വിലത്തകർച്ചയെ തുടർന്ന് കനത്ത പ്രതിസന്ധിയിലാണ് വയനാട്ടിലെ വാഴ കർഷകർ. പൊതുവിപണിയിൽ വിൽക്കുന്ന നേന്ത്രപ്പഴത്തിന്റെ തുകയുടെ പകുതി പോലും കർഷകന് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ കർഷകരാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. തറവില നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഇവരുടെ ആവശ്യം. നേന്ത്രവാഴക്കുലയ്ക്ക് വിലയിടിഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട്ടിലെ വാഴ കർഷകർ. ഉൽപാദന ചെലവ് പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ ഭാഷ്യം. തറവില നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. 1 കിലോ നേന്ത്രപ്പഴത്തിന്റെ വിപണി വില കിലോയ്ക്ക് 40 രൂപ. എന്നാൽ കർഷകന് ഇതിന്റെ പകുതി തുക പോലും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ വയനാടൻ കർഷകരാണ് ദുരിതാവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. നമ്മൾ 1 കിലോ രാസവളം വാങ്ങി 30 രൂപയിൽ 30 രൂപ മുതൽ 35 രൂപ വരെ നമ്മൾ കൊടുക്കണം. 1 കിലോ വാഴക്കൊല കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 18 രൂപ മുതൽ ഏറ്റവും കൂടിയ വില നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് 30 രൂപ വരെയാണ് പരമാവധി വില. അതേ സാധനം തന്നെ കച്ചവടക്കാർ മറിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു 10 രൂപയെങ്കിലും കുറഞ്ഞത് വില വ്യത്യാസത്തിലാണ് ഇടനിലക്കാർ എടുക്കുന്നത്. മൂപ്പത്തിയ കുലകൾ യഥാസമയം വെട്ടിവിറ്റില്ലെങ്കിൽ കായകൾ പൊട്ടിയും പഴുത്തും നശിക്കും. ഇതോടെ കിട്ടിയ വിലയ്ക്ക് വിൽപ്പന നടത്തേണ്ടി വരുന്നതിനാൽ ഇടനിലക്കാരാണ് നേട്ടം കൊയ്യുന്നത്. മുടക്കിയ മുതൽ ഇതിനകത്ത് കിട്ടുന്നില്ല. നമ്മൾ ഇത് ചെയ്യുക, കടം വാങ്ങി കടത്തിലേക്ക് പോവുക, ഒരു കൃഷി ആത്മഹത്യയുടെ വക്കിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ഇതിനകത്തൊരു മാർഗ്ഗങ്ങൾ കണ്ടില്ലെങ്കിൽ വീണ്ടും വയനാട്ടിൽ കാർഷിക ആത്മഹത്യയുടെ എണ്ണം കൂടും. പഴയതിനേക്കാളും വളരെ രൂക്ഷമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മുടക്ക് മുതൽ എന്ന് പറയുന്ന ഒരു വാഴയ്ക്ക് 10-220 രൂപ മുടക്കും മുതലും ഒരു 180 രൂപ കിട്ടുന്ന ഒരു കണ്ടീഷനാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. വയനാട്ടിലെ മൊത്തത്തിലുള്ള വാഴ കർഷകരുടെ അവസ്ഥ, ഉപജീവനം എന്ന് പറയുന്നത് വളരെ മോശമായൊരവസ്ഥയാണ്. വായ്പയെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചുമൊക്കെയാണ് കർഷകർ വാഴ കൃഷി ചെയ്തത്. കർണാടകയിൽ നിന്നുള്ള വരവ് കായയ്ക്ക് മികച്ച വില നൽകുമ്പോൾ കീടനാശിനി പ്രയോഗം നന്നേ കുറഞ്ഞ വയനാടൻ കായയുടെ വില ഇടിച്ചു താഴ്ത്തുന്നതിന് പിന്നിൽ ബോധപൂർവ ഇടപെടൽ ഉണ്ടെന്നും ആരോപണം. വില എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു വില കിട്ടുന്നില്ല. നമ്മൾ ഇവിടെ VSPന്റെ എടുക്കുന്നുണ്ട് 24 രൂപയാണ് വരാമെന്ന് പറഞ്ഞത്. പക്ഷേ വയനാട് ജില്ലയല്ലാതെ പുറത്തുള്ളത് അവിടെ 35 രൂപയുണ്ടെന്നാണ് തറവിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വിലയില്ല. വന്യമൃഗശല്യം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെ അതിജീവിച്ചാണ് വയനാടൻ കർഷകർ കൃഷി ഇറക്കുന്നത്. തറവിലയായി കിലോയ്ക്ക് 35 രൂപയായെങ്കിലും നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. വയനാട്ടിൽ നിന്നുള്ള വാഴക്കുല ചുരമിറങ്ങിപ്പോയാൽ വലിയ വിലയാണ് ലഭിക്കുന്നത്. അതേസമയം കർഷകർക്ക് ഒരു മെച്ചവുമില്ല എന്നുള്ളതാണ് ഉയരുന്ന വാദം. ഇടനിലക്കാർ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കർഷകർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഒരു ഭാഗത്ത് വന്യജീവി ആക്രമണം, മറുഭാഗത്ത് പ്രതികൂല കാലാവസ്ഥ. ഇതടക്കമുള്ള പല പ്രതിസന്ധികളും തരണം ചെയ്താണ് ഈ കർഷകർ കൃഷി ഇറക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേന്ത്രപ്പഴത്തിന് മികച്ച വില ലഭിക്കുമ്പോൾ വയനാട്ടിലെ കായയുടെ വില ഇടിച്ചു താഴ്ത്തുന്നതിന് പിന്നിൽ ചില ഇടപെടലുണ്ട് എന്ന് കർഷകർ സംശയിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കാണാം. കൃഷി രീതികളൊക്കെ പോകുന്നത് ഒരു വാഴക്കൊലയെ സംബന്ധിച്ച് തൊഴിലാളി വിളിച്ച് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് 300 രൂപയോളം മുടക്ക് വരുമ്പോൾ കേവലം നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്ന 22 രൂപ പ്രകാരം 10 കിലോയുള്ളൊരു കൊല ആവറേജ് ഉണ്ടായാൽ 220 രൂപ ലഭിക്കും. അതിൽ തന്നെ കർഷകനെ സംബന്ധിച്ചോളം 100 രൂപയോളം അവന് ഒരു വാഴക്കൊലയിൽ തന്നെ നഷ്ടം വരുമ്പോൾ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്ന കൃഷിക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്നത്തെ കാലത്തൊക്കെ? നമ്മൾ വയനാട് ജില്ലയിൽ മിക്കവാറും കീടനാശികളും മറ്റുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് താനും. മറ്റുള്ള മേഖലയിൽ കീടനാശിനികളും എല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, വില കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർഷകന് ഈ വിലയായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊന്നും ഇതുവരെയായിട്ടും താങ്ങുവില എന്നൊരു വാഴക്കൊലയ്ക്ക് ഇത്ര താങ്ങുവില എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല. വയനാട്ടിൽ ഈ പറഞ്ഞ പോലെ 25 രൂപ, 24 രൂപ, 25 രൂപ കൊലയ്ക്ക് വിലയുള്ളപ്പോൾ ഈ ഒരു വയനാട് ജില്ല വിട്ട് കഴിഞ്ഞ് മറ്റ് ജില്ലയിലേക്ക് പോകുമ്പോൾ ഈ വയനാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കൊലയുടെ വില 50 രൂപ, 60 രൂപ എന്ന രീതിയിലേക്കാണ് കച്ചവടക്കാർ വിൽക്കുന്നത്. ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. അടുത്ത സമര പരിപാടികളെക്കുറിച്ച് ആലോചിക്കുക. വാഴക്കൊലയുടെ സീസൺ ഏകദേശം തീരാനായെങ്കിൽ ഇപ്പോൾ മുതൽ അതിനുള്ളൊരു കാലാനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഞങ്ങൾക്ക് അടുത്ത കൊല്ലത്തേക്കെങ്കിലും ഇതിനൊരു മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.